നമസ്കാരം. അമേരിക്കയിൽ കോവിഡ് വന്നതിന് ശേഷം കാറുകൾക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ യൂസ്ഡ് കാറുകൾക്ക് അധികം വിലയില്ല. അതേസമയം അമേരിക്കയിലും വില കുറവായിരുന്നു. കോവിഡ് വന്നതിന് ശേഷമാണ് ഇത്രയും വില കൂടിയത്. അപ്പം ഇവിടെ വരുന്ന ആളുകൾ ആദ്യമായിട്ട് വാങ്ങുന്നത് കൂടുതലും യൂസ്ഡ് കാറുകളാണ്. പ്രധാനമായിട്ടും വരുന്ന സമയത്തുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഇവിടുത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററി, നമ്മുടെ നാട്ടിലെ പോലെ സിബിൽ സ്കോറൊക്കെ വേണം, അതൊന്നും ഉണ്ടാവില്ല. അപ്പം യൂസ്ഡ് കാറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ചെറിയ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങാം. യൂസ്ഡ് കാറുകൾ വാങ്ങുമ്പോൾ അവർ ലോക്കലായിട്ടുള്ള ചില ഫൈനാൻസിങ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ തന്നെയാണ്, പ്രീമിയം ആയിട്ടുള്ള ബാങ്കുകളല്ലാത്ത ബാങ്കുകൾ ഫൈനാൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെയും കാർ വാങ്ങാം. അപ്പം എങ്കിൽ കൂടി നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റും പിന്നെ മന്ത്ലി EMIയും ഇതെല്ലാം വന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവാകും. നേരെ മറിച്ച് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത്, നമ്മൾ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ഓപ്ഷൻ, കാർ ഓപ്ഷൻ. നമ്മുടെ നാട്ടിൽ ഫൈനാൻസിങ് സ്ഥാപനങ്ങളും ഒക്കെയാണ് ഓപ്ഷന് വയ്ക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ഓപ്ഷൻ സെൻറ്ററാണ്, കാർ ഓപ്ഷന് വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. കാറുകൾ വളരെ റേറ്റ് കുറച്ച് ഒക്കെ അവർ വിൽക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ കാണാൻ കാരണം അവർ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു മലയാളം സോങ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിരുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യം അട്രാക്റ്റഡ് ആയത്. പിന്നെ അതിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ ഫാമിലിക്കൊക്കെ അവരെന്തോ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ത്യൻസൊക്കെ പോകുന്ന സ്ഥലമാണെന്നുള്ള മനസ്സിലായി. എന്തായാലും ലോസ് ആഞ്ചൽസിലുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ വീഡിയോ. കൂടാതെ ഒരു പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന് പുറത്തുള്ള കാലിഫോർണിയയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നുള്ളത് നമുക്ക് പോയി കണ്ടറിയാം. എന്തായാലും നമുക്ക് നേരെ കാലി ഓട്ടോ ഓപ്ഷനിലേക്ക് പോകാം. ഇത് ലോസ് ആഞ്ചൽസിൽ പൊമോന എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ സമയം 4:15. ഇവർ 5 മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ. ഇതിൻ്റെ അഡ്രസ്സ് 1497 വെസ്റ്റ് 2nd സ്ട്രീറ്റ് പൊമോണ കേട്ടോ. ഇതാണ്, ഞാനിതിൽ കൊടുക്കാം. ഇതാണ്, ഇവർ ഓപ്പൺ ആയിട്ടില്ല. കാലി ഓട്ടോ ഓപ്ഷൻ ഇതാണ് കേട്ടോ. അധികം ഒരു ടൗണ് പോലത്തെ ഒരു പ്രീതി തോന്നാത്ത ഒരു സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടുത്തെ നിയമങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന്, നമ്മൾ ഇരിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് വാങ്ങേണ്ടത്, വേറെ ഒന്നും അവർ ചെയ്തു തരില്ല. 2, ഡിപ്പോസിറ്റ്സ് ആർ നോൺ ട്രാൻസ്ഫറബിൾ ആൻഡ് നോൺ റീഫണ്ടബിൾ. 3, യു മസ്റ്റ് രജിസ്റ്റർ വെഹിക്കിൾസ് വിത്തിൻ 10 days ആസ് പെർ കാലിഫോർണിയ ലോ. ഇവിടെ നിന്ന് കൊടുക്കുന്ന വണ്ടികൾക്ക് നോ വാറണ്ടി, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്താൽ നോ റീഫണ്ട്, ഒന്നുമില്ല. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പിക്ക് അപ്പ് ദ കാർ ബിഫോർ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഡേറ്റ്. ഇഫ് ടേക്കിംഗ് എ വെഹിക്കിൾ ഔട്ട് ഓഫ് state, the car must have a title. Duplicate titles are not accepted. Vehicles must be carfaxed by the potential buyer prior to purchase. Buyer fees 0 എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ബയർ ഫീസ് ഒരു $300 ഉണ്ട്. അത് അവിടെ കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ പിന്നെ പറയാം. പിന്നെ എൻട്രി ഈസ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഇവിടെ എൻട്രി ചെയ്യണത് നമ്മുടെ റിസ്കിൽ എൻട്രി ചെയ്തോളാനാണ് പറയണത്. All vehicles 10 years or older sold as TMU, true miles unknown. All cars sold as is where is with no guarantees or warranties expressed or implied. Any winning bids will require an immediate non-refundable non-transferable deposit of $500. Winning bids over $10,000 will be require 1,000 ക്യാഷ് ഡിപ്പോസിറ്റ്. അതായത് 10,000 രൂപ താഴെയുള്ള ഏത് വണ്ടി നമ്മൾ പ്രൈസ് ഓക്കെ ആയിട്ട് കൺഫേം ചെയ്താലും $500 അടയ്ക്കണം. 10,000-ന് മുകളിലുള്ള കാറാണെങ്കിൽ നമ്മൾ $1,000 അടയ്ക്കണം. അങ്ങനെ. പിന്നെ വെഹിക്കിൾസ് മസ്റ്റ് ബി പെയ്ഡ് ആൻഡ് റിമൂവ്ഡ് ബൈ ദ ഫോളോയിങ് ഡേ ഓഫ് ദ ഓപ്ഷൻ. ബയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ DMV ആൻഡ് എമിഷൻ ഫീസ്. ഓൾ എമിഷൻ റിലേറ്റഡ് റിപ്പയർസ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബയർ. Please do not place bids if you do not agree to the following conditions. T എന്ന് പറയുന്ന ക്ലീൻ ടൈറ്റിലാണ്. SAL എന്ന് പറഞ്ഞാൽ സാൽവേജ് വെഹിക്കിളാണ്. NFS എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ സെയിലാണ് കാറ്. OOS എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ടൈറ്റിലാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിലല്ലാത്ത ടൈറ്റിലുള്ള വണ്ടികളാണ്, കാലിഫോർണിയ അല്ലാത്ത. APP എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ഡ്യൂപ്ലിക്കേറ്റ്. LS എന്ന് പറയുമ്പോൾ ലീൻ സെയിൽ. NT എന്ന് പറയുമ്പോൾ നോ ടൈറ്റിൽ. TMU എന്ന് പറയുമ്പോൾ ട്രൂ മൈൽസ് അൺനോൺ. പിന്നെ ബയർ ഫീസ് 300. ഇത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ ഇവരും ഞാനുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ 3 പേരുണ്ട്. ഇവിടെ ഒരു ലൈനുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ആദ്യം വന്നിരിക്കുന്നതാണ്. എൻ്റെ ബാക്കിൽ നമ്മൾ പോകും. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മൾ കാർ വാങ്ങുന്നില്ലെങ്കിലും അതായത് കണ്ടില്ലേ, ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ബാക്കിലേക്കുള്ള ക്യൂവിലായി. നമുക്ക് ആദ്യം വന്നവർ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയാളികൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു നിപ്പ്.
യെസ്, നമ്മുടെ ഓപ്ഷൻ്റെ സ്ഥലം തുറക്കുകയാണ് കേട്ടോ. നമ്മൾ ഓപ്പൺ ആകുമ്പോഴത്തേക്കും എന്താ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഹൈ ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ പേരെഴുതി കൊടുക്കണം. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അവിടെയാണ് കേട്ടോ കാലി ഓട്ടോ ഓപ്ഷൻ സെൻറ്റർ. അപ്പം ഇവിടെ ലോസ് ആഞ്ചൽസിലുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി അവസരമാണ്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ പറയുന്നത് വെച്ചിട്ട് നിങ്ങളിത് വണ്ടി വാങ്ങി ഒരു അബദ്ധത്തിൽ പെട്ട് പോകരുത്. പക്ഷേ ഇവിടുത്തെ ഇത് പൈസ ഇല്ലാത്തവർക്ക് വന്ന് വാങ്ങാനുള്ളൊരു സ്ഥലമായിട്ടല്ല ഞാൻ കാണുന്നത്. പൈസ ഉള്ളവർക്ക് വന്ന് വാങ്ങി വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വില കുറഞ്ഞ കാറ് വാങ്ങിയിട്ട് വേണമെങ്കിൽ വിൽക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പറ്റിയൊരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ വിറ്റ കാറ് $750 മുതൽ ഏകദേശം ഇന്നിവിടെ വിറ്റത് $14,000 വരെയുള്ള കാറുകൾ ഇവിടെ വിറ്റിരുന്നു. ഈ $750 കാറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് പോയാൽ പോട്ടെന്ന് വെക്കണം. അങ്ങനെയാണെങ്കിൽ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അതിന് ശേഷം ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഒരുപാട് നല്ല കാറുകൾ നമ്മൾ കാണുമ്പോൾ നല്ല കാറുകളാണ്. ഇതൊന്നും നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതായത് നമ്മളിവിടെ വരുമ്പോൾ 5 മണി മുതൽ 8 മണി വരെയാണ് ഇവരുടെ ഓപ്ഷൻ. ബുധനാഴ്ച ദിവസം, നമ്മൾ ബുധനാഴ്ചയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 5 മണി മുതൽ 8 മണി വരെ ഉള്ളതിൽ 5 മണി മുതൽ 6 മണി വരെ നമുക്ക് ഈ വണ്ടികൾ കാണാനുള്ളൊരു അവസരമാണ്. അതിനുശേഷം 6 മണി മുതൽ 8 മണി വരെയാണ് ഇവരുടെ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ വരുന്നവർ ജസ്റ്റ് വണ്ടി വന്ന് കണ്ടിട്ട് പോകരുത്. വണ്ടി വന്ന് കണ്ട് ഈ ഓപ്ഷൻ തീരുന്നവരെ നിൽക്കണം. അപ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. ഞാനും വന്നിട്ട് കണ്ട് അപ്പം തന്നെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ വണ്ടികൾ കണ്ടു. അതിൽ ഒരു വണ്ടി നമ്മളൊരു 4,800 രൂപ റേറ്റ് പറഞ്ഞൊരു വണ്ടി, ആ വണ്ടി അപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ $4,800 കിട്ടും. അത് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മേളിലും പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി അതിൻ്റെ മേളിൽ പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി. അത് ഇവരുടെ ഒരു ട്രിക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ കാറ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ $3,800 വിറ്റത്. നല്ല കാറായിരുന്നു. അപ്പം പിന്നെ നല്ല കാറായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടുന്നുണ്ട്, പുറമെ കാണുമ്പോൾ ഒരു ലുക്കുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. അത് ഇവരും പറയുന്നുണ്ട്, നമ്മൾ ആ കാണുന്ന കണ്ടീഷനിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ $3,800 കൂടെ ഒരു $2,000-3,000 കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ടി നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാവുന്ന നമുക്കൊരു യൂസ്ഡ് വണ്ടി വാങ്ങാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വണ്ടി അറിയാവുന്ന, അല്ലെങ്കിൽ ഇവിടെ വന്ന പലരും നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് ചെക്ക് ചെയ്യാനുള്ളൊരു ഇതിൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നൊരു സംഭവം വാങ്ങാൻ കിട്ടും, ഒരു ടെസ്റ്റ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അത് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി നല്ലതാണോ കംപ്ലൈൻ്റ് ആണെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. എനിക്കും അതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. ഇന്നിവിടെ വിറ്റിരിക്കുന്ന വണ്ടികൾ $750 മുതൽ $14,000 വണ്ടികൾ വരെ ഇവിടെ വിറ്റും. ഈ $750 വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സീറ്റർ വണ്ടിയായിരുന്നു. അത് ഒരു പഴയ മോഡൽ 7 സീറ്റർ വണ്ടിയായിരുന്നു. നമ്മുടെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ ഒരു ആവേശം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വന്ന് ഇത് വാങ്ങാൻ നിൽക്കരുത്. കാരണം എനിക്ക് ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ആ ഒരു ഓപ്ഷൻ പ്രോസസ്സ്. ഏകദേശം ഒരു 100ഓളം പേരുണ്ടായിരുന്നു ഓപ്ഷൻ്റെ സമയത്ത്. നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഈ ഓപ്ഷൻ നടക്കുന്നത്. പിന്നെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഉത്സവം പോലെയാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണം മേടിച്ച് നമുക്ക് കഴിക്കാം, വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻ നടക്കുന്നു, പിന്നെ വണ്ടികൾ കാണാൻ പറ്റുന്നു. വണ്ടികൾ ഓപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടികൾ കാണാനുള്ള അവസരമില്ല. അതിന് മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഏത് വണ്ടികൾ കാണാനും ഒക്കെ. നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ ചാവി തരും. എന്നിട്ട് അവർ അത്യാവശ്യം അതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന കാറുകൾ നമ്മൾ അമേരിക്കയിൽ റോഡിൽ കാണുന്ന എല്ലാ കാറുകളും ഉണ്ട്. ഒരു കാറും ഇല്ലാത്തതില്ലായിരുന്നു. 65 കാറുകളാണ് ഇന്നിവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിൽ ടൊയോട്ട, ഹോണ്ട, നിസ്സാൻ, BMW, ബെൻസ്, GMC, ഷെവർലെ, എല്ലാ ബ്രാൻഡുകളും, ഏതൊക്കെ ബ്രാൻഡുകൾ ഇവിടെ അമേരിക്കൻ റോഡുകളിലുണ്ടോ അതെല്ലാ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നല്ലൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ആ സെലക്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ, എനിക്കിഷ്ടപ്പെട്ട കാറുകൾ മേ ബി കാണുമ്പോൾ ഇഷ്ടപ്പെട്ടതും ഒത്തിരി കുറച്ചുണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതുള്ള ഒരു ടെക്നിക്കൽ നോളജ് എന്നെ സംബന്ധിച്ച് അത്ര ഇല്ല. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ജീപ്പ് ഉണ്ടായിരുന്നു. ഒരു ജീപ്പ് അവർ $12,000 14,000 പോയെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആ
വണ്ടി ശരിക്കും ഒരു മിനിമം $30,000 നമ്മുടെ ഇവിടെ ജീപ്പിനൊക്കെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയുടെ തന്നെ വില. അപ്പോൾ അതൊക്കെ ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് അത്യാവശ്യം ചെറിയ നോളജ് ഉള്ളവരൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ എന്നാലും ഒന്നും അറിയാൻ വേണ്ടിയില്ലാത്ത ഫാമിലീസൊക്കെ ആയിട്ട് വന്നവരൊക്കെ നോക്കുന്നുണ്ട്. 7 സീറ്റർ 8 സീറ്ററൊക്കെ ആക്കാവുന്ന വണ്ടികൾ, GMC എക്സ്പെഡിഷൻ, ഫോർഡ് എക്സ്പെഡിഷൻ, അതുപോലെയുള്ള വലിയ വണ്ടികൾ. അത് പോയത് എനിക്ക് തോന്നുന്നു ഒരു $3,500-4,000 ആ റേഞ്ചിലേക്കാണ്. പഴയ മോഡലാണ്, ഒരു 2003-4 മോഡലാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പുള്ള വണ്ടികളാണ് അതൊക്കെ. പിന്നെ അതുകൂടാതെ ടൊയോട്ട ക്യാമറി, നമ്മുടെ ഈ 2010 ആണ് നമ്മുടെ ക്യാമറി. 2011 ക്യാമറി ഇന്നിവിടെ വിറ്റുപോയത് ഏകദേശം $4,000. അതുകൂടാതെ ഹോണ്ടയുടെ വണ്ടികളൊക്കെ ഒരു $3,500-3,000. ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റുപോയിരിക്കുന്നത് ഒരു $3,000 റേഞ്ചിലാണ്. $2,500 ഇഷ്ടംപോലെ നല്ല വണ്ടികൾ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ 100% അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ലുക്ക് തോന്നുന്ന വണ്ടികൾ ഒരു $2,500 പോയിട്ടുണ്ട്. 2,500 to 3,500, 4,000 വരെയാണ് മാക്സിമം ഒരു 80% വണ്ടികൾ പോകുന്നുള്ളൂ. ഒരു 5-6 വണ്ടികൾ മാത്രമാണ് ഈ പറയുന്ന 10,000-ന് മുകളിൽ വണ്ടികൾ പോയത്. ഈ 65 വണ്ടികൾ ഇന്ന് അവർ ലേലത്തിനിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 40 വണ്ടികളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 8 മണിയായി. അപ്പോൾ 8 മണി വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവരില്ല. അപ്പം അത്യാവശ്യം നമുക്ക് ചൂസ് ചെയ്യാനുള്ള എല്ലാ വണ്ടികളും വന്ന് പോയതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിലൊന്നും ഇവരൊന്നും വേറെ ട്രിക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ പർപ്പസ്ഫുള്ളി അങ്ങനെ ഭയങ്കര ഫ്രോഡ് കാണിക്കുന്ന ഒരു സാധ്യത കുറവാണ് അമേരിക്കയിലായതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നു. പിന്നെ നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും ഇത് വാങ്ങിയാലുള്ളൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് വന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പം ലോസ് ആഞ്ചലസിലുള്ള എവിടെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാലും നമുക്കൊന്ന് കണ്ട് അറിഞ്ഞ് പോകാൻ പറ്റിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇവിടെ വന്നിട്ട് അതിൻ്റെ അകത്ത് കയറി നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നേരെ നമ്മളിവിടെ നിൽക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയ കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.